നിങ്ങളൊരു കല്ലെടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടാൽ അത് അടിയിലെത്താൻ എത്ര സമയമെടുക്കും? മറിയാന ട്രെഞ്ചിലാണെങ്കിൽ ആ കല്ല് അടിയിലെത്താൻ ഏകദേശം 1 മണിക്കൂർ എടുക്കും. ഭൂമിയിൽ ഏറ്റവും ആഴമേറിയ സ്ഥലം ചാലഞ്ചർ ഡീപ്പ്. ഇതിൻ്റെ ആഴം 11 കിലോമീറ്ററാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് തലതിരിച്ച് ഇതിലേക്ക് ഇറക്കി വെച്ചാൽ പോലും പിന്നെ 2 കിലോമീറ്റർ വെള്ളം ഇതിന് മുകളിൽ ബാക്കി കിടക്കും. ചന്ദ്രൻ്റെ മുകളിൽ നടന്നത് 12 പേരാണ്. പക്ഷേ മറിയാന ട്രെഞ്ചിൻ്റെ അടിയിലെത്തിയത് വെറും 3 പേർ മാത്രം. അവിടെ എന്താണുള്ളത്? ഇരുട്ടും മരണവും വിചിത്രമായ ജീവികളും മാത്രം. ഇന്ന് ടോക്കിത്രോണിക്സിൽ നമ്മൾ ലോകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് അവിടേക്ക് പോകാൻ ഇത്ര ബുദ്ധിമുട്ട്? ഉത്തരം ഒന്നേ ഉള്ളൂ: മർദ്ദം അഥവാ പ്രഷർ. സമുദ്രനിരപ്പിൽ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ 1000 മടങ്ങ് പ്രഷർ അവിടെയുണ്ട്. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ തള്ളവിരലിൽ ഒരു ആന കയറി നിന്നാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് അവിടുത്തെ അവസ്ഥ. സാധാരണ ഒരു മനുഷ്യൻ അവിടേക്ക് നീന്തിയാൽ മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ ശ്വാസകോശം തകർന്ന് ശരീരം ഞെരിഞ്ഞമർന്ന് മരിക്കും. അതുകൊണ്ട് ടൈറ്റാനിയം കൊണ്ടുണ്ടാക്കിയ അതിശക്തമായ സബ്മറീനുകളിൽ മാത്രമേ അവിടേക്ക് പോകാൻ സാധിക്കൂ. അവതാർ സിനിമയുടെ സംവിധായകൻ ജെയിംസ് കാമറൂൺ 2012 അവിടെ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അതൊരു അന്യഗ്രഹ ലോകം പോലെ ഉണ്ടായിരുന്നു എന്നാണ്. ഇത്രയും പ്രഷറിലും സൂര്യപ്രകാശം ഒട്ടുമെത്താത്ത കൂരിരുട്ടിലും ജീവൻ ഉണ്ടായില്ലെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ജീവന്റെ തുടിപ്പുകൾ കണ്ടെത്തി. പക്ഷെ അവ സാധാരണ മീനുകളല്ല. സ്വന്തമായി വെളിച്ചം ഉണ്ടാക്കുന്ന ആംഗ്ലർ ഫിഷ്. ഇരയെ ആകർഷിക്കാൻ തലയിൽ ഒരു ബൾബ് പോലത്തെ അവയവമുണ്ട്. ശരീരം മുഴുവൻ സുതാര്യമായ മീനുകൾ. സോംബി വേംസ് എന്ന് വിളിക്കുന്ന എല്ല് കഴിക്കുന്ന പുഴുക്കൾ. ഇവയുടെ രൂപം കണ്ടാൽ അന്യജീവികളാണെന്നേ പറയൂ. ഇത്രയും പ്രഷറിൽ അവ അവിടെ എങ്ങനെ ജീവിക്കുന്നു? അതെന്നും അത്ഭുതമാണ്. എന്നാൽ അവിടെ കണ്ട ഏറ്റവും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ സങ്കടകരമായ കാഴ്ച ഇതൊന്നുമല്ല. വിക്ടർ വെസ്കോ എന്ന ആൾ അവിടെ അടിത്തട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു സാധനം കണ്ടു. അതൊരു ജീവിയല്ലായിരുന്നു, അതൊരു പ്ലാസ്റ്റിക് കവറായിരുന്നു. അതെ, മനുഷ്യർത്ത സ്ഥലമില്ല. 11 കിലോമീറ്റർ താഴെ പ്രകൃതിയുടെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് പോലും നമ്മൾ മാലിന്യം എത്തിച്ചിരിക്കുന്നു. നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗം എത്രത്തോളം ഭീകരമാണെന്ന് ഇത് കാണിച്ചു തരുന്നു. മൈക്രോ പ്ലാസ്റ്റിക് അവിടെയുള്ള ഏറ്റവും ചെറിയ ചെമ്മീനുകളുടെ വയറ്റിൽ പോലും കണ്ടെത്തിയിട്ടുണ്ട്. മറിയാന ട്രെഞ്ച് നമുക്കൊരു പാഠമാണ്. ഒരേ സമയം പ്രകൃതിയുടെ അത്ഭുതവും മനുഷ്യൻ്റെ അശ്രദ്ധയുമാണ് ഇവിടെ കാണുന്നത്. ഭൂമിയിൽ നമ്മൾ ഇനിയും കാണാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. നാളെ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചുകൂടി ഡാർക്കായ സൈക്കോളജിക്കലായ കാര്യങ്ങളാണ്. സിമുലേഷൻ തിയറി. അതുവരേക്കും ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ്.